ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ ഒരു ഓർണമെൻ്റൽ പ്ലാന്റിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. റൊയ്യോ എന്നും ഓയിസ്റ്റർ പ്ലാന്റ് എന്നും ബോട്ട് ലില്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കുഞ്ഞു ചെടി. ഇത് സാധാരണ ഗ്രൗണ്ട് കവറായും നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും നിലത്ത് പോട്ടിലും ഒക്കെ വെച്ച് മനോഹരമാക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. റൊയ്യോ പ്ലാന്റ് പൊതുവേ പ്ലാന്റ് ലവേഴ്സിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം, ഗ്രൗണ്ട് കവറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും വെക്കാം. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിരിക്കും. പിന്നെ ഇതിന് കുറച്ച് കൂടുതൽ കെയർ വേണം. ഇതിന് അത്രയൊന്നും കെയർ വേണ്ട. വളരെയധികം ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റാണിത്. ഇത് റൊയ്യോ ഡിസ്കളർ പ്ലാന്റ്. അതാണ് ഇത്. ഇതിനിപ്പം 3-4 കുറേ ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇത് അങ്ങനെ തന്നെ വലിയ പരാതിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ കളറിലുള്ള ഒരു വ്യത്യാസമാണ് ഇതിനെ രണ്ടിനെയും വ്യത്യസ്തമാക്കുന്നത്. ഈ 2 പ്ലാന്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിനെക്കുറിച്ച് മാത്രം ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഈ റൊയ്യോ ഡിസ്കളർ പ്ലാന്റ്, ഇതിൻ്റെ അടിയിലൊരു പർപ്പിൾ കളറ്, പിന്നെ മുകൾ ഭാഗത്ത് ഒരു പച്ച. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ശരിക്കും നമ്മൾ നല്ല കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ട് കുറേ കാലം നിൽക്കും. പക്ഷേ ഇതുപോലെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇരുന്നാൽ ഇതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴെങ്കിലും നന്നായിട്ട് അതിനെ കെയർ ചെയ്താൽ നല്ലത്. അതുപോലെ ഇതുപോലെയുള്ള ഒരു പ്ലാന്റ് അല്ല ഇതിന് കുറച്ച് കെയർ ആവശ്യമാണ്. കാരണം വെള്ളത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ 1 പ്രാവശ്യം 2 പ്രാവശ്യം വാങ്ങി എനിക്ക് നശിച്ചു പോയി. 3ാമത്തെ ശ്രമത്തിലാണ് എനിക്ക് ഈ പ്ലാന്റ് നന്നായിട്ട് വന്നത്. ഇപ്പോൾ എൻ്റെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോതാ, ഇതിൻ്റെ ഇലകളിലൊക്കെ കുറച്ചൊരു കളറ് ഫെയ്ഡായിട്ടുണ്ട്. കാരണം ഒരത്യാവശ്യം സൂര്യപ്രകാശം ഇതിന് തട്ടണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ കളറ് നന്നായിട്ട് ഇതിൻ്റെ ലീഫിൽ വരുള്ളൂ. ഇത് റൊയ്യോ ട്രൈ കളർ പ്ലാന്റാണിത്. ശരിക്കും ട്രൈ കളർ ഇതിലുണ്ട്. ഇതിൻ്റെ അടിയിൽ കണ്ട നല്ലൊരു പർപ്പിൾ കളറ്, പിന്നെ അതുപോലെ ഇതിൻ്റെ ലീഫിൽ ഒരു ഗ്രീൻ ഉണ്ട്, ഒരു വൈറ്റ് ലൈറ്റ് പർപ്പിൾ ഉണ്ട്. അങ്ങനെ ഇതൊരു ട്രൈ കളർ പ്ലാന്റാണ്, റൊയ്യോ ട്രൈ കളർ പ്ലാന്റ്. അതാണിത്. പിന്നെ അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റാണ്. വളർന്നാൽ ഇത് നന്നായിട്ട് വളരും എല്ലാ കണ്ടെയ്നറിലും. പക്ഷേ ഇതിന് ചില സ്വഭാവ രീതികളൊക്കെ ഉണ്ട്. ഒന്നാമതായിട്ട് നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് ഇതിന് ആവശ്യം. ഇതിൻ്റെ സോയിൽ നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കഴിയുന്നതും ചകിരിച്ചോറ് കുറച്ച് പൂഴി അല്ലെങ്കിൽ മണൽ കൂടുതലായിട്ട് ചേർക്കുക. ചകിരിച്ചോറ് വേണ്ട, അത് ഒഴിവാക്കുക തന്നെ വേണം. അതുപോലെ ഗാർഡൻ സോയിലിൻ്റെ കൂടെ മണലും കമ്പോസ്റ്റും ചേർത്താണ് ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത്. അതിന് കാരണം ഇതിന് ഓവർ വാട്ടറിങ്ങും അണ്ടർ വാട്ടറിങ്ങും ഇതിന് നന്നായിട്ട് ദോഷം ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. അങ്ങനെ ആയാൽ നശിച്ചു പോകും. അപ്പോൾ പെട്ടെന്ന് വെള്ളം ഡ്രെയിൻ ഔട്ടായിട്ട് പോകണം. ഇനി ഡെയിലി വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ വെള്ളം ഡ്രെയിൻ ഔട്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാന്റ് നന്നായിട്ട് വളരുകയും ചെയ്യും, കുറേ കാലം നമുക്ക് നിൽക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ ഓവർ വാട്ടറിങ്ങോ അണ്ടർ വാട്ടറിങ്ങോ വരാത്ത മാതിരിയും ഇത് ശ്രദ്ധിക്കണം. പിന്നെ കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ബാധിക്കാത്ത ഒരു പ്ലാന്റാണിത്. നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ചെടിയാണിത്. എൻ്റെ ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വർഷത്തിലൊരു 4 പ്രാവശ്യമെങ്കിലും ഒരു പക്ഷി വന്ന് ഇതിൽ കൂട് കെട്ടും. ഇപ്രാവശ്യം ഇതാ കണ്ട, ഇതിലിങ്ങനെ കൂട് കെട്ടാൻ തുടങ്ങിയതായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇതിനെ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തത്. പിന്നെ ആ പക്ഷി പോയി. എപ്പോഴും ഇത് തന്നെ സെലക്ട് ചെയ്യൂ. ഈ പ്ലാന്റ് മാത്രമേ അത് കൂട് കെട്ടാൻ സെലക്ട് ചെയ്യൂ. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല. മുട്ടയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ട് വയലൻ്റ് ആവും. അങ്ങനെ ഒരു ശീലം കൂടി ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ കുറച്ച് ദൂരെ ഈ പ്ലാന്റ് വെക്കാറുള്ളൂ. ഇത് നോക്കൂ, എൻ്റെ ഈ വെർട്ടിക്കൽ ഗാർഡനിൽ എത്ര നന്നായിട്ടാണ് ഈ റൊയ്യോ പ്ലാന്റ് വന്നിരിക്കുന്നതെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണെങ്കിലും 10 മണി വരെയുള്ള വെയിലിൽ ഇത് നന്നായി വളരും. കണ്ടോ, ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു കളർ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ വെയിൽ കൊണ്ട് തന്നെ, ആ ചെറിയൊരു ഇളം വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ കളറ് ശരിക്കും നല്ലൊരു ബ്രൈറ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ്. ഇതിന്നൊരു ഇഷ്ടംപോലെ ഇതിൽ നിറഞ്ഞ് സ്റ്റെമ്മ് ഇത് വന്നിട്ടുണ്ടാവും, തൈകൾ. അതിൽ നിന്ന് ഒന്ന് സാവധാനം ഇങ്ങനെ അടർത്തിയെടുക്കുക.
ഇതുപോലുള്ള ഒരു സ്റ്റെമ്മ് ഞാനിതാ ഒരു തൈ ഞാനിതിൽ നിന്ന് അടർത്തിയെടുത്തു. ഇനിയിപ്പോൾ നമുക്കിത് ഏതിലെങ്കിലും ഒന്നും കുത്തി കൊടുത്താൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വേര് പിടിച്ചോളും. പിന്നെ ഇതിൻ്റെ ഇലകൾ കണ്ട, ഇതൊരു ഫ്ലഷി ടൈപ്പാണ് ഇതിൻ്റെ ഇല ഒരു ഫ്ലഷി ടൈപ്പാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നോക്കുമ്പോൾ ഒന്ന് തൊട്ടാൽ മതി, അപ്പോഴത്തേക്കും ഇതിങ്ങനെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഭംഗി. അതുകൊണ്ട് ഇതിൻ്റെ ഇലകൾ ഡാമേജ് വരാത്ത മാതിരി നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യണം. പെട്ടെന്ന് ചീത്തയായിപ്പോവും ഇതിൻ്റെ ഇലകൾ. പിന്നെ വെയിൽ കൊള്ളാമെന്ന് പറഞ്ഞു, പക്ഷെ കൂടുതലായിട്ടും വെയിൽ കൊള്ളരുത്. പിന്നെ എത്ര ചെറിയ കണ്ടെയ്നറിലായാലും ഇത് വളരുന്നുണ്ട്. ഞാനത് കാണിക്കാം. നമുക്ക് റോയോ ഡിസ്കളറും കൂടി ഇതേപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും രണ്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഞാൻ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും. ഇനി ഞാൻ പറഞ്ഞു ചെറിയ കണ്ടെയ്നറിലും കൂടി ഇത് നന്നായിട്ട് വളരുന്നതാണ്. ഞാനതിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ചെറിയൊരു ചിരട്ടയിൽ വെച്ചിട്ട് ഇത് എത്രമാത്രം നന്നായി വളരുന്നുണ്ട് എന്ന്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ചെറിയ കട്ടിങ്സ് ഞാൻ ഇതിൽ നട്ടതാണ്. പക്ഷേ ഇത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശരിക്കും ഇതിൽ നന്നായി വളർന്നു. ഇതിൽ രണ്ടിലും ഇത് കേട്ടോ, ഞാൻ ഇതിന്ന് ഹാങ്ങിങ് ആയിട്ട് ഞാൻ ഇത് വെക്കാറ് സാധാരണ. ശരിക്കും പറഞ്ഞാൽ ട്രൈ കളർ ഇത്രയും ഒരു അത്ഭുത സസ്യം തന്നെ പറയാം ഇതിന്. അത്രയും ഒരു ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക. വളരെ ചെറിയ പ്രൈസേ ഉള്ളൂ. 30 രൂപക്കൊക്കെ നഴ്സറിയിൽ അവൈലബിൾ ആണിത്. പക്ഷേ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.